ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്. അപ്പോൾ ഞാനിവിടെ സെയിം ടൈപ്പ് ഓഫ് ബോട്ടിൽസാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ജാമിൻ്റെ ബോട്ടിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വരുന്ന പിക്കിൾസിൻ്റെ ബോട്ടിൽസും ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ 4 ബോട്ടിൽസാണ് ടോട്ടൽ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നമ്മൾ ആ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മെറ്റൽ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ബോട്ടിൽസിൻ്റെ ക്യാപ്പൊക്കെ ഞാനിവിടെ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ജാമിൻ്റെയും പിക്കിളിൻ്റെയൊക്കെ ബോട്ടിൽസ് ഇവിടെ നല്ല രീതിയിൽ കൺവേർട്ടായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഈവൻ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പാൻട്രി ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ജാറായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ് ജാറായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഒന്ന് ഞാൻ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഐറ്റംസൊക്കെ ഈ ഒരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ജാർസൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ലിഡ് മാത്രം ഒന്ന് സെയിം ഷെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ബോട്ടിൽസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ജാർസൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് ജാർസിനേക്കാളൊക്കെ നല്ല പ്രൈസി ആയിരിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും നമുക്ക് ഒരു മണി സേവിങ്ങും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ബോട്ടിൽസും ഞാൻ ജ്യൂസ് ബോട്ടിൽസ് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിഡ് സെയിം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാൻട്രി ഓർഗനൈസേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ കുക്കറിലൊക്കെ വേവിക്കാനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വിസിലൊക്കെ വരുമ്പോൾ അത് തുളുമ്പി പോകാനും അതിൻ്റെ ലിഡിലും സ്റ്റൗവിലൊക്കെ ആവാനും പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് കുക്കർ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ്. ഒരു സ്പൂണ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തുളുമ്പി പോവാണ്ടും സ്റ്റൗവിലും കുക്കറിലൊന്നും ആവാണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ 2 വിസിൽ വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊന്നും ആവാണ്ട് നല്ല നീറ്റിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നമ്മൾ ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ പ്രാണിയും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കാര്യങ്ങളൊക്കെയാണിത്. അതുപോലെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ ആ ഒരു ഐറ്റംസൊക്കെ കേടുവരാനും പിന്നെ അതുപോലെ പ്രാണിയും കാര്യങ്ങളൊക്കെ വന്ന് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്രാമ്പുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാമ്പു ഇട്ടിട്ട് നല്ല രീതിയിൽ ലിഡൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാമ്പു ഒരു ആൻറ്റി ബാക്ടീരിയൽ കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രാണികളും കാര്യങ്ങളൊന്നും നമ്മുടെ ജാറിലൊന്നും കടക്കാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള ബാലൻസ്ഡ് ഐറ്റംസൊക്കെ നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്നത് ക്ലിപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് ഒരു ആൾട്ടർനേറ്റ് സൊല്യൂഷനായിട്ടുള്ളതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബോട്ടിലാണ് ഉള്ളത്.
അപ്പോൾ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു നെക്ക് പോർഷൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത്രയും ഏരിയ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ക്യാപ്പൊക്കെ വെച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തന്നെ ഈ ഒരു കവറിലുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ നമുക്കത് റീഫില്ല് ചെയ്യുമ്പോൾ ബോട്ടിൽസിലേക്കൊക്കെ റീഫില്ല് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ റീഫില്ല് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ടിപ്പ് ഒന്ന് കണ്ടു നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടും പിന്നെയും അതിൽ ബേർഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ആകെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതുപോലെയുള്ള ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നമ്മളതൊന്ന് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ആ ഒരു പേപ്പർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേർഡ് സ്മെല്ലൊക്കെ ഈ ഒരു പേപ്പറിൽ അബ്സോർബ് ചെയ്തിട്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ സ്മെല്ല് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടാനും പെട്ടെന്ന് തന്നെ ആ ഒരു ബേർഡ് സ്മെല്ലൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തിട്ടും ഒരു സ്മെല്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ നമ്മൾ രാത്രി ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി പാറ്റകളൊക്കെ വരുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ പാറ്റകളൊന്നും വരാണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് ഓറഞ്ച് പീൽ ആ ഒരു ഡ്രെയിനേജ് ഏരിയയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതങ്ങനെ തന്നെ ഓവർനൈറ്റ് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മതിയാവും. അപ്പോൾ പ്രാണി പാറ്റകളൊന്നും ആ ഒരു ഡ്രെയിനേജ് ഹോളിലൂടെ വരുന്നതാണെങ്കിൽ അതൊന്നും വരാണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓവനിലും ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവുന്ന ഫോൾ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഓറഞ്ച് പീൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.